സുഖാണോ എല്ലാവർക്കും? ഞങ്ങൾ ഇന്ന് കുട്ടികളെയും കൊണ്ടിട്ട് ഒരു മാളിലേക്ക് വന്നതാണ്. ഇത് ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള PVP മാളാണ്. ഇവിടെ നല്ല KFC കിട്ടും. അപ്പം ഞങ്ങളുടെ ഉദ്ദേശശുദ്ധി നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഞങ്ങൾ ഉദ്ദേശിച്ച് വന്നത് അത് തന്നെയാണ്, നല്ല KFC കഴിക്കാൻ. കണ്ണിനെ അട്രാക്റ്റ് ചെയ്യിപ്പിക്കാൻ വേണ്ടി സ്റ്റാർട്ടിങ്ങിലെ തന്നെ BMW പിന്നെ ഈ കാണുന്ന ജ്വല്ലറീസും ഉണ്ട്. വീഡിയോ അലൗഡ് അല്ല മാഡം, ജ്വല്ലറീസ് എടുക്കാമെന്ന് പറഞ്ഞപ്പോൾ വേഗം ഓഫാക്കി. അപ്പോൾ സ്റ്റാർട്ടിങ് തന്നെ, അതായത് വേറെ ഒരു സ്ഥലത്തേക്കും പോവാതെ തന്നെ ഞങ്ങൾ ജ്വല്ലറി അല്ല, നമ്മുടെ KFC കഴിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. അപ്പോൾ അത്യാവശ്യം ചെറിയ ബക്കറ്റൊന്നും വാങ്ങിച്ചാൽ പോരല്ലോ, 3 ആളില്ലേ. ഈ KFCക്ക് ഭയങ്കര പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇത് ഞാൻ വെറുതെ പറയല്ല, നിങ്ങൾ ആരും ഇവിടെ വന്ന് കഴിക്കില്ലല്ലോ, അത് കാരണം കൊണ്ട് എനിക്ക് എന്തു നുണയും പറയാമെന്നല്ല. ഞാൻ ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള ഒരു ബ്രാഞ്ചിൽ നിന്ന് KFC കഴിക്കാറുണ്ട്. ഞാനും എൻ്റെ മക്കളും ഞങ്ങളും ഫാമിലി മൊത്തം ഓർഡർ ചെയ്ത് കഴിച്ചിട്ടുണ്ട്. പക്ഷേ എന്തോ ഒരു സ്മെല്ല് അതിന്ന് വരുന്ന പോലെ തോന്നിയിട്ടുണ്ട്. കഴിഞ്ഞ വർഷമായിരുന്നു ഞാനും എൻ്റെ ഫ്രണ്ട്സും കൂടി ഇവിടെ വന്നിട്ട് ഈ KFC കഴിക്കാൻ സ്റ്റാർട്ട് ചെയ്തിട്ട്. നല്ല ടേസ്റ്റാണ്. ഇത് അന്ന് കഴിച്ചതിനേക്കാൾ രുചി ഇന്ന് എനിക്ക് തോന്നി. ഒരു കൊല്ലം കഴിഞ്ഞതുകൊണ്ടാണോ എന്ന് അറിയില്ല, പക്ഷേ അതിനേക്കാളും ടേസ്റ്റ് ഉണ്ട്. പ്രത്യേകിച്ച് അതിൻ്റെ ഈ സോസുകൾക്കൊക്കെ ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ KFCൻ്റെ ഉള്ളിൽ നിന്ന് എന്താ പറയുക, ഒരു തന്തൂരിയുടെ മസാലയോടെ സ്മെല്ലോ എന്താ പറയുക, ഭയങ്കര നല്ല ടേസ്റ്റുള്ള KFC ആണ്, നല്ല മുരിഞ്ഞത്. ഇത് കഴിക്കാൻ വേണ്ടിയിട്ട് ആണ് ഞാൻ മെയിനായിട്ട് ഇപ്പോൾ ഈ മാളിലേക്ക് കുട്ടികളെയും കൊണ്ട് വന്നിരിക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ടേസ്റ്റ് വേറെ എവിടെയും ഒരു ബ്രാഞ്ചിലും എനിക്ക് കിട്ടിയിട്ടില്ല. അപ്പോൾ എപ്പോഴും ഞാൻ കുട്ടികൾക്കൊന്നും ഇതുപോലെ വാങ്ങിച്ചൊന്നും കൊടുക്കാറില്ല. കഴിഞ്ഞ വർഷമാണ് വന്നത്, ഇപ്രാവശ്യം പിന്നെ ഈ വർഷമാണ് ഇവിടേക്ക് വരുന്നത്. അതായത് മാളിലേക്കല്ല, മാളിലേക്ക് ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട്, പക്ഷേ ഇതുപോലെ ഫുഡൊന്നും കഴിക്കാൻ വേണ്ടിയിട്ട് മാത്രം വരാറില്ല. അപ്പോൾ ഇന്നൊരു KFC കൊതി. കഴിഞ്ഞ വർഷം കഴിച്ച അതേ ടേസ്റ്റ്, അതിലധികം ടേസ്റ്റായിട്ട് എനിക്ക് തോന്നി. ഈ സോസ് ഒന്നും കഴിഞ്ഞ കൊല്ലം ഉണ്ടായിരുന്നു, പക്ഷേ ടേസ്റ്റ് ഉണ്ടായിരുന്നില്ല, സോസ് മാത്രം. KFC അടിപൊളിയായിരുന്നു, അതിലും ടേസ്റ്റാണ് ഈ വർഷം. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇതാ പൂരം കഴിഞ്ഞ പൂരപ്പറമ്പായി. ഞങ്ങളെക്കൊണ്ട് പറ്റുന്ന രീതിയിലെല്ലാം ഞങ്ങൾ അവസാനിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ ഇതുകൊണ്ടൊന്നും മതിയായില്ല. ഞാൻ വിചാരിച്ചേ ഇതുപോലെ ഒരു ബോക്സ് വാങ്ങുമ്പോൾ അതിൽ ഫ്രഞ്ച് ഫ്രൈയും കാണുന്നു. ഓർഡർ ചെയ്ത ശേഷമാണ് ഞാൻ പെട്ടെന്ന് നോക്കുമ്പോൾ അയ്യോ ഫ്രഞ്ച് ഫ്രൈ ഇല്ലല്ലോ എന്ന് വിചാരിച്ചേ. ശരി, ഇവരിത് കഴിക്കുമ്പോഴേക്കും ഇവർക്കത് മതിയായിക്കോളും, പിന്നെ വേണ്ടാന്ന് പറയുന്ന ഞാൻ വിചാരിച്ചേ. പക്ഷെ അവർക്ക് ഫ്രഞ്ച് ഫ്രൈ കിട്ടാത്ത കാരണം ഭയങ്കര വിഷമമായി. ശരി, എന്തായാലും ഇത് ഇവിടെ വന്നതല്ലേ, എനിക്കിഷ്ടമുള്ളത് കൊണ്ടാണ് KFC ഞാൻ കഴിക്കാൻ വന്നത് കുട്ടികളെയും കൂട്ടിയിട്ട്. അപ്പോൾ അവർക്ക് ഇഷ്ടമുള്ളതും കൂടി നമ്മൾ വാങ്ങിച്ചു കൊടുക്കണ്ടേ. എനിക്ക് വലിയ ഇഷ്ടമൊന്നുമില്ല ഈ ഫ്രഞ്ച് ഫ്രൈ, പക്ഷെ അവർ കഴിക്കുന്ന കണ്ടപ്പോൾ ടേസ്റ്റ് ചെയ്ത് നോക്കുന്നതാണ്. പുറത്ത് നല്ല ചൂടാട്ടാ. അപ്പോൾ മുടിയൊക്കെ ചപ്രപ്പറയായിട്ട് ആണ് ഞാൻ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറിയത്. ആ ചൂടും ഇതൊക്കെ അടിച്ചിട്ട് ആകെ ക്ഷീണമായിട്ടുണ്ട് ഞങ്ങൾക്ക് ഇതിൻ്റെ ഉള്ളിലോട്ട് കയറുമ്പോൾ തന്നെ. വീടിൻ്റെ അടുത്താന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ഒരു 5 മിനിറ്റ് ആന്ധ്രയിലെ ചൂട്ടിൽ നിൽക്കുമ്പോഴേക്കും നമ്മളങ്ങ് കരിഞ്ഞു പോകും. അപ്പോൾ കുട്ടികൾ ഇതൊക്കെ കഴിക്കുകയാണ്. ഇവിടെ നമ്മുടെ ദുൽഖർ സൽമാനൊക്കെ വരാറുണ്ട്, അതായത് KFC കഴിക്കാനല്ല, ഈ മൂവി പ്രൊമോഷനൊക്കെ വേണ്ടിയിട്ട് ഇവിടെ വരാറുണ്ട്. ഞാൻ ഇതിൻ്റെ മുന്നിൽ കൂടെ പോയെങ്കിലും ദുൽഖർ സൽമാനുള്ള ദിവസം എനിക്ക് കയറാൻ പറ്റിയില്ല. ഒന്നാമത്തെ കയറിയാലും നമുക്ക് കാണാൻ പറ്റില്ല, അത്ര അധികം തിരക്കാവും. ഇപ്പോഴും ഇവിടെ ഒരു പ്രൊമോഷൻ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഹീറോയിനും ഒക്കെ വന്നിട്ടുണ്ട്. എനിക്ക് അത്ര പോപ്പുലറായി തോന്നാത്തൊരു ഹീറോയാണ്, ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല ഇദ്ദേഹത്തെ. അപ്പോൾ നല്ല ഭംഗിയാട്ടോ ഹീറോയിനൊക്കെ കാണാൻ വേണ്ടി. നേരിട്ട് കാണാൻ ഭയങ്കര ഭംഗിയാണ്. ഈ മൂവിയിൽ കാണുന്നേക്കാളും ഭംഗിയാണ് അവരെ നേരിട്ട് കാണാൻ വേണ്ടിയിട്ട്. ഇവിടെ സ്ഥിരമായിട്ട് ഇതുപോലെ നടക്കുന്നതാണ്. അപ്പോൾ അവരുടെ പാട്ട് അവർ പുറത്ത് വിട്ടിരിക്കുക, സോങ് അവർ പുറത്ത് വിട്ടിരിക്കുക. നല്ല രസമുണ്ട് സോങ് കേൾക്കാൻ വേണ്ടിയിട്ട്. ഈ സോങ് കേട്ടിട്ട് കുറച്ച് പേരൊക്കെ കൂടിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ കണ്ട് കുറച്ച് നേരം നിന്നു. പിന്നെ ഇതുപോലെ ഹാപ്പി ആനിവേഴ്സറി 11th ആനിവേഴ്സറി പറഞ്ഞിട്ടുണ്ട്. ഇവിടെയൊക്കെ വെച്ച് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. ഈ കാണുന്നതാണ് മാള്. അപ്പോൾ ഇനിയിപ്പോൾ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ശരിയാവില്ല, വേഗം ഡ്രസ്സ് എന്തെങ്കിലും എടുത്തിട്ട് വീട്ടിലോട്ട് പോകണം. ഇവിടെ സ്റ്റാർട്ടായിട്ടുണ്ട്. ടോയ്സ് കണ്ടാലും ഗെയിമൊക്കെ കണ്ടാലും ഇതുപോലെ ഭയങ്കരമായിട്ട് കരയാൻ തുടങ്ങും. വേഗം പോയി കുറച്ച് നല്ല സെലക്ഷൻ ഉണ്ട് കേട്ടോ. ഇവിടെ നല്ല സെലക്ഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് നോക്കി, ക്ലോത്തൊക്കെ നോക്കി. പക്ഷെ എന്തോ ഏതെങ്കിലുമൊക്കെ ഇട്ടാൽ മതി ഡ്രസ്സ് എന്നുള്ള മൈൻഡാണ്. ഇവിടെ വന്നപ്പോൾ സാധാരണ തുണിക്കടയിലൊക്കെ വരുമ്പോൾ, അല്ലെങ്കിൽ ഇതുപോലെ ഡ്രസ്സ് പർച്ചേസിംഗ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് വരുമ്പോൾ കുറേ ഡ്രസ്സ് എടുക്കാനുള്ളൊരു മൈൻഡുണ്ട്. ഇപ്പോൾ വെയിറ്റ് ഭയങ്കര കൂടിയത് കൊണ്ട് എടുക്കാനേ തോന്നണില്ല. പിന്നെ എന്തിനാണാവോ ഇതിൻ്റെ ഉള്ളിലോട്ട് വന്നത്, അമ്മ എന്തിനാണ് പിന്നെ ഡ്രസ്സ് എടുക്കാൻ ഇതിൻ്റെ ഉള്ളിലേക്ക് വന്നതെന്നാണ് അവർ ചോദിക്കണേ. ഒന്നും എടുക്കാണ്ട് തിരിച്ചുപോയി. നല്ല സെലക്ഷൻ ഉണ്ടായിരുന്നു. ഒരു 2-3 കിലോ എങ്കിലും കുറച്ചിട്ട് വേണം ഇനി അതിൻ്റെ ഉള്ളിലോട്ട് ഒന്ന് ചെല്ലാൻ. പോകുന്ന സമയത്ത് ഈ കാറും
ഒരു BMW അവിടെ കിടക്കുന്നുണ്ട്, അതും വാങ്ങിച്ചിട്ട് പോവാന്ന് പറഞ്ഞ് വാശി പിടിച്ചു. തൽക്കാലം നീ ഇത് ഓടിച്ചു നോക്കുമെന്ന് പറഞ്ഞിട്ട് ഞാൻ അവളെ 2 റൗണ്ട് അതിൽ അടുപ്പിക്കുക കേട്ടോ. അപ്പോൾ ഇതാ ഇവിടെ ബാഗ് കളക്ഷൻസൊക്കെ ഉണ്ട്. അപ്പോൾ ഇതാ ഹാപ്പി ആയിട്ടാണ് വരുന്നത്. വീട്ടിൽ ചെന്നിട്ടും ഈ കാറും BMW അച്ഛനും വാങ്ങാമെന്ന് പറഞ്ഞിട്ട് പൂര കരച്ചിലായിരുന്നേ. BMW വിലയൊന്നും കുട്ടികൾക്ക് അറിയില്ലല്ലോ. വീട്ടിലോട്ട് പോവാട്ടോ. കുട്ടികളുടെ കളിയൊക്കെ കഴിഞ്ഞു. ഇതാണ് മാളിൻ്റെ സൈഡ് വ്യൂ. പോകുന്ന സമയത്ത് 2 നാരങ്ങ വെള്ളം കൂടി കുടിച്ചിട്ട് പോകാമെന്ന് വെച്ചിട്ട് നിൽക്കുമ്പോഴാണ് ആ ചേട്ടൻ പറയുന്നത്, വീഡിയോ എടുക്കുമ്പോൾ യൂട്യൂബറാണോ എന്നൊക്കെ എന്നോട് ചോദിച്ചു. അപ്പോൾ വീഡിയോ എടുക്കുകയാണെങ്കിൽ എൻ്റെ ഫേസ് ഒന്ന് കാണിക്കണേ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ചേട്ടൻ്റെ ഫേസൊക്കെ ഇതാ കാണിച്ചിരിക്കുകയാണ്. മലയാളീസ് ആണോ എന്ന് പറഞ്ഞപ്പോൾ ആണ്, മലയാളീസിന് ഇഷ്ടമാണെന്നും പറഞ്ഞു. അപ്പോൾ ഇത്രയുള്ള വീഡിയോ. ബൈ.